ദിലീപ് രൂപീകരിച്ച ഫിയോക് എന്ന സംഘടനയുടെ തലപ്പത്ത് ഇനി ആന്റണി പെരുമ്പാവൂർ. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രസിഡന്റായി ദിലീപിന് പകരം ആന്റണി പെരുമ്പാവൂരിനെ തെരഞ്ഞെടുത്തത്. അതേസമയം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. വെള്ളിയാഴ്ച കൊച്ചിയിൽ അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗവും ചേരും. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള ഫിയോക്കിന്റെ പ്രസിഡന്റായി ആന്റണി പെരുമ്പാവൂരിനെ തെരഞ്ഞെടുത്തത്. നിലവിൽ പ്രസിഡന്റായിരുന്ന ദിലീപിനെയും ദിലീപിന്റെ പേരിലുള്ള ഡി സിനിമാസിനെയും സംഘടന വിലക്കില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തങ്ങൾ വ്യക്തികൾക്കല്ല സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും തിയേറ്റർ ഉടമകളുടെ സംഘടന വ്യക്തമാക്കി. അല്ല, ഇത് ഇന്നത്തെ പ്രസിഡന്റ് പറയുന്നത് സിനിമാ തിയേറ്ററുള്ള AC തിയേറ്ററുള്ള ആൾക്കാർക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുകയും സിനിമ കളിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും സിനിമ തിയേറ്റർ അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു സമരം മുൻപോട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ തീരുമാനം. ദിലീപിന്റെ പുതിയ സിനിമയായ രാമലീല തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നത് വിലക്കില്ലെന്നും ഫിയോക് വ്യക്തമാക്കി. അതേസമയം തിയേറ്റർ സുരക്ഷയടക്കം കാര്യങ്ങൾ നിർമ്മാതാക്കൾ ഏറ്റെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതിനിടെ ദിലീപിനെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർഷിക യോഗം അംഗീകരിച്ചു. നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യോഗം പ്രമേയവും പാസാക്കി. നടിക്കെതിരെ മോശം പരാമർശം നടത്തിയ സജി നന്ദിയാട് പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചതായും അവർ അറിയിച്ചു. വെള്ളിയാഴ്ച താരസംഘടന അമ്മയുടെ നിർണായക എക്സിക്യൂട്ടീവ് യോഗവും നടക്കും. 50% വനിതാ പ്രാതിനിധ്യം, പുനഃസംഘടന തുടങ്ങി നിർണായക തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.